ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്. ഒരു 28 56 ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ള പുറപ്പാടിലാണ്. സോ ഞാൻ റെഡിയാകാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സോ ഞാനിത് മേടിച്ചേക്കണ തനൂക്കെന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ കൊരട്ടിയിലുള്ളൊരു ഷോപ്പാണ്. ഇതൊരു ഡ്രസ്സാണ് കേട്ടോ, ബ്ലാക്ക് കളറ് ഡ്രസ്സാണ്. ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്ന, ഇവിടെ നെക്കിലും വരുന്നുണ്ട് ആൻഡ് ഹാൻഡ് ടു. സോ ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു വെയർ. ഇത് ഞാൻ ഇന്നലെ പോയി മേടിച്ചതാണ് അവിടെ. അപ്പോൾ ആ ഷോപ്പിലാകെ കുറച്ച് പീസസ് അവർ, അത് മെയിൻലി ഞാൻ സ്റ്റിച്ചിങ് കൊടുക്കുന്ന അവിടെ. അപ്പോൾ അവിടെ കുറച്ച് പീസസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇറ്റ് ഫിറ്റ് മീ വെൽ, അതുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ. സോ റെഡി ആയി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ചിട്ട് എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ളത്. സോ ഇതാണ് നെക്ക് വർക്ക് വന്നേക്കുന്നത്. ഇത് ഹാൻഡിലും കണ്ടോ ഇങ്ങനെയും വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് മെയിൻലി എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ, പ്ലസ് ബ്ലാക്ക് കളറും കൂടി ആയതുകൊണ്ട് എനിക്ക് നല്ലോണം ചേരുമെന്ന് മനസ്സിലായി. സോ ഐ ബോട്ട് ഇറ്റ്. പിന്നെ ജ്വല്ലറി ആയിട്ട് ഞാൻ എൻ്റെ വാച്ചും ഈ ഒരു ഇതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല, ദിസ് തിങ് ടു ഇതിട്ടിട്ടുണ്ട്. പിന്നെ റിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മാല. ദീസ് ആർ ദ മെയിൻ. ഇത് എല്ലാ ദിവസവും ഞാൻ ഇടുന്ന സാധനങ്ങളാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വാച്ചിൻ്റെ കൂടെ ഈ സാധനം ബ്രേസ്ലെറ്റ് എന്നാണോ ഇതിന് പറയുന്നത് എനിക്കറിയില്ല. സോ ദാറ്റ് ഈസ് ദി ഓൺലി ന്യൂ തിങ് വിച്ച് ഐ എം വെയറിങ്. പിന്നെ ഈ ഡാർക്ക് ലിപ്സ്റ്റിക്ക്, ഇത് ലാക്മേയുടെ ഇതൊരു ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക്കാണ്. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് വിൽ മാച്ച് മൈ അറ്റയർ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പ്ലസ് ഞാൻ കണ്ണെഴുതി. പിന്നെ കുറച്ച് ബ്ലഷും ഐലൈനറും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഐ എം റെഡി. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ 11 മണിക്കെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 10:45 ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് എത്താൻ. പക്ഷേ സമയത്തിന് തുടങ്ങില്ല എന്ന് തോന്നുന്നു. Try it. So small. See what mommy said. Yummy. ഇത് ഓറഞ്ച് മാംഗോ അല്ല. അയ്യോ ഭയങ്കര ടയർഡായി. ഇല്ല, മറ്റേത് നല്ല ലൈറ്റ് വെള്ളം എനിക്ക് നല്ല ഇഷ്ടമായി കുടിച്ചു. ഒന്നും കിട്ടിയില്ലേ? വേണ്ട. So
വി ആർ ഗോയിങ് ടു കുക്ക് ഡിന്നർ. അപ്പോൾ ഡിന്നറിന് ചപ്പാത്തിയും പിന്നെ പനീർ സ്റ്റിർ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് ഹൗ ഐ ഡു ദാറ്റ്. കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ടുണ്ട്. ഓണിയൻസ്, ക്യാരറ്റ്സ്, ചില്ലീസ്, പിന്നെ ആവശ്യത്തിനുള്ള ഗാർലിക്, ആൻഡ് ഓൾസോ ഐ ഓൾസോ ഹാവ് സം ഓഫ് ദിസ് സ്വീറ്റ് കോൺ ലെഫ്റ്റ്. അപ്പോൾ ഞാൻ ആ സ്വീറ്റ് കോണും കൂടുതൽ ആഡ് ചെയ്യും. ആൻഡ് ഫോർ സോസ് ഐ ആം യൂസിങ് ഈ സോയ സോസും പിന്നെ ടൊമാറ്റോ സോസും പിന്നെ ദയും ഷേസ്വാൻ ചട്നിയും കൂടി ഞാൻ മിക്സ് ചെയ്തതിൻ്റെ ഉള്ളിലാക്കി. സോ ദിസ് ഇസ് ദി സോസ് വിച്ച് ഐ എം ഗോയിങ് ടു ആഡ്. സോ അത്രേ ഉള്ളൂ. ആൻഡ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ. ഇതിപ്പോൾ ഒരു 250 ഗ്രാം പനീർ ഞാനിങ്ങനെ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇറ്റ് സെർവ്സ് അബൌട്ട് 4 people, 4 പേർക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. സോ യാ, ദീസ് ആർ ഓൾ. സോ കറി ഈസ് റെഡി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. which is really easy to make. Lots of veggies നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇതിലേക്ക് ഇടാം. It will make it more good. എനിക്കിപ്പോൾ കയ്യിൽ ഉണ്ടായത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. യു ക്യാൻ ആഡ് ബ്രോക്കലി, യു ക്യാൻ ആഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്യണം. എനിക്കിവിടെ വീട്ടിൽ ക്യാപ്സിക്കം കഴിഞ്ഞതുകൊണ്ട്. ഹലോ ഗായ്സ്. സോ ഞങ്ങളിത് നടന്ന സംഭവം എന്ന് പറഞ്ഞ ഫിലിം കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം എത്ര മണിയായി? ഇപ്പം ഐ തിങ്ക് 9 o'clock ആയെന്ന് തോന്നുന്നത്. We had dinner and we thought of ending the day with a film. So this is what we are going to see. Nadanna Sambhavam. It's a Biju Menon film. So yeah, that's it for today. So I hope you all enjoyed today's vlog. എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വ്ളോഗ്സ് ഇടണമെന്നുണ്ട്, ബട്ട് ബിക്കോസ് ഓഫ് ദ ടൈം കൺസ്ട്രെയിൻ വിച്ച് ഐ ഹാവ് വർക്ക് ടു. സോ എല്ലാ ദിവസവും പറ്റില്ല. സോ ഐ വിൽ ട്രൈ ടു വ്ളോഗ് വൺസ് എ വീക്ക് ഓർ ലെറ്റ് സീ ഹൗ ഇറ്റ് വിൽ ഗോ. സോ എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഇടണമെന്ന് തോന്നുന്നുണ്ട്. But yeah, let's see how it is going. So I hope you all watch this and enjoy this. So comment down if you like it. So athra ullu. See you in another vlog. Bye bye.